നമസ്കാരം. ഇന്ത്യൻ T20 ടീമിന്റെ ഭാഗമായിട്ടുള്ള ചില താരങ്ങൾക്ക് ഈ IPL ഏറെ നിർണായകമാണ്. കാരണം ഈ വർഷം നടക്കാനിരിക്കുന്ന T20 ഫോർമാറ്റിലുള്ള ഏഷ്യ കപ്പിലും അടുത്ത വർഷത്തെ T20 ലോകകപ്പിലും ഇവർ കളിക്കുമോ എന്ന് തീരുമാനിക്കുക IPL തന്നെയായിരിക്കും. ഇന്ത്യൻ T20 സെക്ഷനിൽ IPLിലെ പ്രകടനം എല്ലായ്പ്പോഴും മാനദണ്ഡമായി മാറാറുണ്ട്. ഇത്തവണയും അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഒരുപാട് പ്രതിഭാശാലികളായ യുവതാരങ്ങളാണ് ഓരോ IPLിലൂടെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീമിന്റെ ഭാഗമായിട്ടുള്ള പലരെയും ഓവർടേക്ക് ചെയ്ത ഇവർ ഇന്ത്യൻ T20 ടീമിലേക്കും ഇടം പിടിച്ചേക്കും. ഈ കാരണത്താൽ നിലവിൽ T20 ടീമിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് IPLിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനായാൽ മാത്രമേ തങ്ങളുടെ സീറ്റ് കാത്തു സൂക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. ഇപ്പോൾ T20 ടീമിന്റെ ഭാഗമായിട്ടുള്ള ചില കളിക്കാർ IPLിൽ വിവിധ ഫ്രാഞ്ചൈസികൾക്കൊപ്പം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ടീം ഇന്ത്യയിൽ ഇവരുടെ സ്ഥാനത്തിന് ഇളക്കം തട്ടിക്കഴിഞ്ഞു. സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളിലും മോശം ഫോം തുടർന്നാൽ ടീമിൽ ഇവരുടെ സ്ഥാനവും തെറിച്ചേക്കും. ആരൊക്കെയാണ് ഈ കളിക്കാരെന്ന് നോക്കാം. ഇന്ത്യൻ T20 ടീമിൽ ഇപ്പോൾ ഫിനിഷിംഗ് റോൾ നിർവഹിക്കുന്ന ഇളം കയ്യൻ യുവ ബാറ്ററായ റിങ്കു സിംഗ് ആണ് ഈ ലിസ്റ്റിലെ ആദ്യത്തെയാൾ. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം ഫോം കണ്ടെത്താനാകാതെ വലയുകയാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷത്തെ IPLിലും റിങ്കുവിന് നന്നായി പെർഫോം ചെയ്യാനായിട്ടില്ലായിരുന്നു. ഇത്തവണ അദ്ദേഹം ശക്തമായി തിരിച്ചുവരവ് നടത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഫ്ലോപ്പ് ഷോ തുടരുകയാണ്. ഒരു മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സ് പോലും KKRനായി ഈ സീസണിൽ കാഴ്ചവെക്കാൻ റിങ്കുവിന് സാധിച്ചിട്ടില്ല. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള അവസാന കളിയിൽ ഉൾപ്പെടെ ടീമിന്റെ ഹീറോയാകാൻ അദ്ദേഹത്തിന് പല അവസരങ്ങളും ലഭിച്ചതാണ്. പക്ഷേ ഒന്നുപോലും മുതലാക്കാൻ സാധിച്ചില്ല. 7 ഇന്നിംഗ്സുകളിൽ നിന്നും 146.15 സ്ട്രൈക്ക് റേറ്റിൽ 133 റൺസാണ് റിങ്കുവിന്റെ സമ്പാദ്യം. ഒരു 50 പോലും സീസണിൽ അദ്ദേഹം നേടിയിട്ടില്ല. ഉയർന്ന സ്കോർ പുറത്താകാതെ നേടിയ 38 റൺസുമാണ്. അശുതോഷ് ശർമ്മയുൾപ്പെടെ ഒരുപാട് ഫിനിഷർമാർ IPLിൽ മിന്നിക്കുകയാണ്. അതുകൊണ്ട് തന്നെ റിങ്കു തീർച്ചയായും ഭയക്കുക തന്നെ വേണം. സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങളിലും മോശം ഫോം തുടർന്നാൽ ഇന്ത്യൻ ടീമിൽ അദ്ദേഹത്തിന്റെ ചീട്ട് കീറിയേക്കും. രാജസ്ഥാൻ റോയൽസിന്റെ യുവ വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറേലാണ് ഈ IPLിൽ പതറുന്ന രണ്ടാമത്തെ താരം. സമീപകാലത്ത് ഇന്ത്യൻ ടീം കളിച്ച T20 പരമ്പരകളിലെല്ലാം ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിരുന്നു അദ്ദേഹം. സഞ്ജു സാംസൺ കഴിഞ്ഞാൽ ആ റോളിലേക്ക് ഫേവറേറ്റ് ജുറേൽ തന്നെയായിരുന്നു. പക്ഷേ ഈ IPLിലെ മോശം പ്രകടനം അദ്ദേഹത്തിന് ക്ഷീണമായിരിക്കുകയാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ആദ്യ മത്സരത്തിൽ 70 റൺസ് മാറ്റി നിർത്തിയാൽ മറ്റൊരു മികച്ച ഇന്നിംഗ്സ് പോലും ജുറേൽ നേടിയിട്ടില്ല. 8 ഇന്നിംഗ്സുകളിൽ നിന്നും 184.03 സ്ട്രൈക്ക് റേറ്റിൽ 191 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്താൻ ഇതൊന്നും പോരാ. IPLിൽ KL രാഹുൽ ഇപ്പോൾ കസറവെ ജുറേലിന്റെ സീറ്റ് തെറിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇന്ത്യൻ ടീമിലെ പുതിയ താരോദയമായ യുവ സീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയാണ് IPLിൽ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരാൾ. കഴിഞ്ഞ സീസണിൽ എമേർജിംഗ് പ്ലെയർക്കുള്ള പുരസ്കാരം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അദ്ദേഹം സൺറൈസേഴ്സ് ഹൈദരാബാദിനൊപ്പം ബാറ്റിംഗിലും ബൗളിംഗിലും എല്ലാം പതറുന്നതാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് അറിയേണ്ടത് സഞ്ജു സാംസൺ സേഫ് ആണോ അല്ലയോ എന്നാണ്. നിലവിൽ വലിയൊരു ഭീഷണി സഞ്ജു നേരിടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും KL രാഹുലിന്റെ ഇത്തരത്തിൽ ഈ IPLിൽ മികച്ച ഫോമിലാണ് KL രാഹുൽ കളിക്കുന്നത്. T20 ഫോർമാറ്റിൽ നിന്ന് പൂർണ്ണമായും തഴയപ്പെട്ടിരുന്ന KL രാഹുൽ വീണ്ടും മടങ്ങിയെത്തിയാൽ സഞ്ജുവിന്റെ സീറ്റിന് അത് ഭീഷണിയാകുമെന്ന് ഉറപ്പാണ്. മറുവശത്ത് ഋഷഭ് പന്തും കൂടി മത്സരത്തിലുണ്ടെങ്കിൽ പോലും ഈ ഒരു IPLിൽ വേണ്ടത്ര മികവ് കാട്ടാൻ ഋഷഭിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല സഞ്ജുവിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് വശം ഉള്ളത് ഓപ്പണിംഗ് റോളിൽ സഞ്ജു മികച്ചതാണ് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് മുന്നിലുള്ള ഒരേ ഒരു ചോദ്യം സഞ്ജുവോ KL രാഹുലോ ആരായിരിക്കും ഇന്ത്യക്ക് വേണ്ട വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്നതായിരിക്കും.